പ്രസന്നേട്ടാ ഞാൻ മരണ വീട്ടിലാണ്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തിയാനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വച്ചു, ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയാന്നല്ലാതെ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ, മാമന ദിവസം മനസ്സിലാന്ന്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. All well? ഹോട്ടലിൽ തിരക്കായി പോയി, അത് എയർപോർട്ടിൽ വരാൻ പറ്റുന്നത്. അതങ്ങനെയാണല്ലോ. ശരി എടാ ചുപ്പ, ഇത് കുറേ ഉണ്ടല്ലോ, നിനക്കിടെ ഒറ്റയ്ക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം, വാ. ഇവനെ കണ്ടു നന്നായി, ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു. അതെ, എൻ്റെ അമ്മേ, ഞാൻ പോകായിരുന്നു. എന്നെ കണ്ടതിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ലോ. എന്നെ കൊണ്ടാവൂല, കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിൽക്കാനും മുടിയില്ല. 4,000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ ഗൾഫിന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? നീ അല്ലേ ഞാൻ ഇവിടെ കൊണ്ടാക്കി, വേറെ ആളെ നോക്കണം. അമ്മുവൻ 2 ആഴ്ചയിൽ ഇത് 4ാമത്തെ ആളാ. കൊണ്ടാ ഡ്രൈവർ, ആ പെട്ടിയോട് എടുത്തോ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. നീ എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്താ വെച്ചത്? കൃഷി ഓഫീസിലേക്ക് കൊടുക്കാൻ ഫോം പോലും. അച്ഛാ, എഴുന്നെല്ലാം പുറത്താ പോകുന്നത്. അച്ഛൻ കണ്ണട മാറ്റ സമയമായിട്ടാ. കണ്ണട മാറ്റി ഒട്ടും കാണാൻ പറ്റൂല. അതല്ല, ഈ കണ്ണട മാറ്റിയിട്ട് പവറുള്ള കണ്ണട വെക്കണം. ഇനിയിപ്പോ നീയില്ലേ? ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും. ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്താൽ വന്നിരിക്കുന്ന അച്ഛാ. കുറച്ച് ചൂടുവെള്ളം എടുത്ത. അച്ഛാ, ഒന്നേ എന്താടാ ഇത്? Hello, Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. ഇതാ ഞാൻ പറഞ്ഞ പുതിയ ഹോം നേഴ്സ്. നീ എന്നാ പോന്നെന്ന് പറഞ്ഞ? ഞാൻ നാളെ തന്നെ പോക്കോ. പോകുമ്പം ഈ സാധനവും കൊണ്ടുപോകണം. Oh. അച്ഛാ, അച്ഛാ, കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂലെങ്കിൽ പറഞ്ഞാൽ മതി. കടമ കാണിക്കണ്ട. ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ. അച്ഛാ, അതിനൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അച്ഛൻ പറയുന്നത് മാത്രം കേൾക്കാനുള്ള ഒരാള്. എനിക്കങ്ങനെ ഒരുത്തിയുടെയും ഒരുത്തന്റെ ആവശ്യമല്ല. അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാൽ മതി. ആ ഇല്ല, കുഞ്ഞിനെ ഞാൻ ബാധ്യത. അപ്പോഴാന്നൊരു യന്ത്ര കുഞ്ഞ്. മിക്സിയും വേണ്ട, ഗ്രൈൻഡറും വേണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, മനുഷ്യന്മാരും വേണ്ട, ഒരു റോബോട്ടും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അച്ഛാ? ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി.
ഇനി നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനത്തെ ഐറ്റം കണ്ടറിയാം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറ. നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നത്? നീ റഷ്യയിൽ പോയതും ഇവിടെ ഹോം നഴ്സിനെ നിർത്തിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാ? ഇല്ലല്ലോ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? അത് അച്ഛൻ പറയണോ, അതിന്റെ കടമയല്ലേ? സ്നേഹം എന്ന് പറയുന്ന കടമയല്ല, അതൊരു അറിവാണ്. Copy that. അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം, പ്രസംഗവും സിനിമ ഡയലോഗും. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ? ഞാൻ അച്ഛനെ ഒറ്റക്കാക്കി പോയതിനു ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല. പ്രസന്റേറ്റിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചെടുക്കണ, ഇവിടെ എന്തെങ്കിലും ആയോ, ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ? I will try to know. അപ്പൊ ഞാനല്ല പ്രശ്നം, എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ്. ചികിത്സ അതിനാണ് വേണ്ടത്, അല്ലാതെ എനക്കല്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. രാവിലെ എന്റെ അച്ഛന്റെ ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വൈകിട്ടത്തെ ചായ ഇനി എന്താണ്? ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ. പോയിട്ട് ജോലിയും രാജിവെച്ചിട്ട് വേഗം വാ. Good morning, Mr. Bhaskaran. Chaya. കുടിച്ചു വെച്ചാ ജപ്പാനിലെ ഉന്നത കുലജാതനാണ്. Mr. Subramanian, would you like to have some tea? Mr. Bhaskaran, Chaya. നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ടാന്ന്? പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അതിനർത്ഥം അതാണ്. Copy that. Chaya, എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്ന്. Sorry, wrong command. Chaya, പുഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇവനെ ഞാൻ കൊല്ലും കേട്ടോ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല. ചായ എന്ത് ചെയ്യണം? എന്റെ തലയെ കൂടെ ഒഴിക്ക്. ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. നിർബന്ധിച്ചാൽ ചെയ്യും. എന്നാ നീ വിവരം അറിയും. വെരി ബാഡ്. ഇതായിരുന്നു ഓനുണ്ടാക്കിയ വേണ്ട. അത് എൻ്റെ റൂം, ഇത് സ്റ്റഡി റൂം, ഇത് പൂജ റൂം. ആരാണ് പൂജ? പൂജക്കുള്ള മുറി. ആരാണ് പൂജ? കണ്ടാ, അതിന്റെ സൂക്കേട് വേറെ ആണ്. എങ്ങനുണ്ട് 5.25? എന്നെ നോക്കാനാണെങ്കിൽ ഓക്കെയാണ്. അച്ഛൻ ഉപയോഗിക്കുന്ന തോന്നല്ല. Please make it happen and come fast. We all miss you. ഓക്കെ. ആഷ്, ചാരം. അതൊക്കെ അറിയാം. ഇന്നലെ കത്തിച്ച വിറകിന്റെ ചാരം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു. ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. Copy that. കണ്ടാച്ചാ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാന്നേ ഉള്ളൂ. എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? അല്ലടാ.
അച്ഛൻ ഡാ, ഇതാരാന്നും ചാരക്കൂട്ടിൽ കൊണ്ടുവച്ചത്? മിസ്റ്റർ ഭാസ്കരൻ, പ്ലീസ് ഡോണ്ട് ഷൗട്ട്. BP കൂടും. തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ഞരമ്പുകൾക്ക് മർദ്ദം താങ്ങാനാവാതെ പൊട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് കട്ടപിടിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിംഗ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ്. ഇതാരാന്ന് ആടെ വെച്ചത്? മുറി വൃത്തിയാക്കിയപ്പോൾ കണ്ടു. ചാരം തൈക്ക് വളമാക്കാം. ഈ വീട്ടിൽ ഒരാൾ മതി, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? അതിലെന്റെ അമ്മയും അച്ചാച്ചനുമാണ് ഒഴുക്കാൻ വെച്ചതാണ്. ഓ ഒഴുക്കിയാൽ അവർ മരിക്കും. പക്ഷെ കിടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. തിരക്കുള്ള മക്കളെ പറ്റ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും. തുടങ്ങി. സുബ്രഹ്മണ്യന് എന്ത് തിരക്ക്? ഹീസ് കംപ്ലീറ്റ്ലി ഫ്രീ. ചോദിക്കേ, ഓനോട് തന്നെ ചോദിക്കും. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മാറിലോ മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എന്തായിന്? ന്യൂ ഇമോഷൻ ഡിറ്റക്റ്റഡ്. അച്ഛനായിരുന്നേ. ഞാൻ എന്ത് ചെയ്യണം? നീ കുറച്ചു നേരം ഉറങ്ങും, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഷട്ടിംഗ് ഡൗൺ. അച്ഛനാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം. ആര് പറഞ്ഞു? ഗാന്ധിജി മരിക്കുന്നവരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല. AKG കമ്പ്യൂട്ടറും. അച്ഛൻ കണ്ടോ, ഒരു മാസം കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലത്തെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു തരാൻ പറയും. അച്ഛന് ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി, ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തോ. നമ്മൾ ബൾബ് ഇടൂല്ലേ, അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു തരും. അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കൊന്നുകളഞ്ഞു. വരട്ടെ. രക്ഷപ്പെട്ടല്ലേ? നീ നിന്റെ പണിയെടുക്കും.
Hello, Mr. Bhaskaran. Glad to meet you. പേടിക്കണ്ട, ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. എന്നാ നിനക്കല്ലേ, അല്ലെങ്കിൽ പിടിച്ച് ഓഫായി കളയും. ദോശ. ദോശ ഓടുന്നത് കണ്ടിട്ടില്ലേ? ചുടാൻ അറിയാം, കണ്ടിട്ടില്ല. ഫസ്റ്റ് ഒരു ഹോം നേഴ്സ് ചോരയും നീരുമുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും. Harmful objects detected. Activating security mode. നവോത്ഥാന നാടുകളിലെ അഭിമാന മനസ്സ് കാഴ്ചവെക്കുന്നു. ക്യാരക്ടറിലേക്ക് കയറിയാലോ? സംഹാരമാണി ഹിമശൃംഗങ്ങൾക്ക് ഹാലടകട്ടെ, ഗംഗ കലിതുള്ളി ഒഴുകട്ടെ. സമയമായി. കാലാന്തകന്റെ അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപുരി പോകരുത്. എന്താ പറയ? എടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. നിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടാന്ന് ഭാസ്കരൻ്റെ വീട്ടിൽ ഹെൽമെറ്റിലും വെച്ചിട്ട്. എനിക്ക് അന്നേ സംശയം ഉണ്ടായടാ, അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടിൻ്റെ ശവല്ല, കുഞ്ഞപ്പാട്ടൻ മരിച്ചിട്ടില്ല. വിനു, ഒരു മിനിറ്റ് നീ നിൽക്ക്. ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ, വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം. ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ട് ഇടിച്ച് കൊല്ലരുത്. അറിഞ്ഞില്ലേ, ആ കുഞ്ഞപ്പം നമ്മുടെ ഭാസ്കരന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വിനുവിന്റെ അച്ഛൻ കുഞ്ഞപ്പൻ ഒരു റിപ്പറായിരുന്നു. രാത്രി ആവുമ്പോ ഹെൽമെറ്റ് ഇട്ട് കത്താറ്. ആരും കണ്ടാലേ തലക്കടിച്ച് കൊല്ലി. വിനു കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് പോയതാ. ഇന്നിവിടെ ചോരപ്പോ ഒഴുകും. ഞാൻ നോക്കിട്ട് വരാം. എന്താ മാമ, റിപ്പർ കുഞ്ഞപ്പൻ ഇവിടെ വന്നിന്. റിപ്പറാ? ബാബു കണ്ടിനോളൂ ഹെൽമെറ്റ് ഇട്ടിട്ട്. Mr. Bhaskaran, ചായ. ഇതെന്താന്ന് മാമ? ആ, അത് എൻ്റെ മോൻ്റെ ഒരു സുഹൃത്താണ്. പണി അന്വേഷിച്ച് വന്ന കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. Good morning. ഓ, നമസ്കാരം. അപ്പൊ മാമ ഇതായിരുന്നല്ലോ പെട്ടിയില്. ഇത് പീസ് ആയിരുന്നാ ജോയിന്റ് ആക്കിയതാ? ഇത് എല്ലാ പണി എടുക്കുവോ? ആർക്കറിയാം? എനിക്കറിയാം, എല്ലാ പണിയും ചെയ്യും. എന്താ സാറിന്റെ പേര്? I'm a robot, Android, version 5.25. റോബർട്ട്. അപ്പൊ ക്രിസ്ത്യാനിയാന്നല്ലേ? എന്റെ പേര് പ്രസന്നൻ. പൊതുവാളാണ്, മാമന്റെ മരുമകനാ. Glad to meet you. വാ വാ വാ. ഏയ്, അതുണ്ടല്ല, ഇത്
കുഞ്ഞപ്പനല്ല. മാമന് നല്ല സുഖമില്ലല്ലോ. റഷ്യയില് സൂര്യനെ തിരക്കല്ലേ, അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന. പേര് റോബർട്ട്. ആൻഡ്രോയിഡ് ആണെന്ന് തോന്നുന്നു. വിൻഡോസാ. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടോ. ബാക്കിൽ നിന്ന് നോക്കുമ്പം ശരിക്കും കുഞ്ഞപ്പൻ്റെ ഒരു കട്ടില്ലേ അല്ലേ? എടുത്തോ. ബഹളം വയ്ക്കല്ലേ. ഓരോരുത്തരായിട്ട് എല്ലാവർക്കും ചാൻസ്.